وبعضهم يمضغون ألسنتهم فهي مذلات على صدورهم يسيل القيح من أفواههم لعابا. എന്താണ് ചില ആളുകൾ അവരുടെ നാവ് കടിച്ചു മുറിച്ചത് നെഞ്ചിലൂടെ ഇങ്ങനെ നിവർന്നു കിടക്കുകയാണ്. അതിൽ നിന്ന് ഈള ഒലിക്കുന്നുണ്ട്, രൂക്ഷമായ ദുർഗന്ധം വമിക്കുന്ന ഈള. അവര് പരസ്പരം തന്നെ മാറി നിൽക്കണം അങ്ങോട്ട്. ഇവന്റെ കൂട്ടത്തിൽപ്പെട്ട ആളെ തന്നെ മറ്റവനോട് പറയേ, എന്തൊരു നാറ്റാണ് നിന്നെ, മോശമായ സ്മെല്ല്, ബാഡ് സ്മെല്ല്, മാറി നിൽക്കും. പരസ്പരം അവരെങ്ങനെ മാറി നിൽക്കാൻ പറയും. സുബ്ഹാനല്ലാഹ്. വബഅദുഹും മുഖത്തഅത്തുൻ ഐദീഹിം വഅർജുലിഹിം, കൈകാലുകൾ മുറിച്ചു മാറ്റപ്പെട്ട ആളുകളുണ്ട്. വബഅദുഹും മുസല്ലബൂന അലാ ജുദൂഉം മിനന്നാർ, നരകത്തിൽ അതാ തീ കൊണ്ടുള്ള ഫില്ലറുകളുണ്ട്, ഫയർ ഫില്ലറുകൾ. ആ ഫില്ലറുകൾ മേൽ തീ കൊണ്ടുള്ള തൂണുകളുടെ മേൽ ബന്ധിപ്പിക്കപ്പെട്ട ആളുകളുണ്ട്. അങ്ങനെ കുറെ കൂട്ടരുണ്ട്. ഡെഡ് ബോഡിയേക്കാൾ, ശവത്തിനേക്കാൾ മ്ലേച്ഛമായ നാറ്റം, ദുർഗന്ധം വമിക്കുന്ന ആളുകളുണ്ട്. വബഅദുഹും യൽബസൂന ജലാബീബ സാബിഗതൻ മിനൽ ഖതറാൻ, അതാ ചുട്ടുപൊള്ളുന്ന ടാറ് പോലത്തെ ഒരു വസ്ത്രം, അത് ശരീരം മുഴുവനും മൂടിക്കിടക്കുകയാണ്. ആ ചുട്ടുപൊള്ളുന്ന തിളയ്ക്കുന്ന ടാറ് പോലത്തെ വസ്ത്രം ശരീരത്തിൽ ചേർന്ന് കിടന്ന് പൊള്ളിക്കുന്ന ആർത്തട്ടഹാസം മുഴക്കി പൊട്ടി പൊട്ടി നിലവിളിച്ചു കുറെ ആളുകൾ. ഇങ്ങനെ പറഞ്ഞു താജുദാറേ മദീന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫഅമ്മല്ലദീന അലാ സൂറത്തിൽ ഖിർദാ, ഇനി പറയട്ടെ, കുരങ്ങന്മാരുടെ കോലത്തിൽ പരലോകത്ത് കടന്നു വരുന്ന ആളുകൾ ആരാണ്? അതേ, ഫൽ ഫത്താത്ത് മിനന്നാസ് യഗ്നി അന്നമ്മാം, നമീമത്തുമായി നടക്കുന്ന ആളുകളുണ്ടോ? ഫിത്ന പറഞ്ഞ് നടക്കുന്ന ആളുകളുണ്ടോ? നിങ്ങൾ സൂക്ഷിക്കണേ. പരലോകത്ത് നിങ്ങൾ അല്ലാഹുവിന്റെ അടുക്കൽ ഒരുമിച്ച് കൂട്ടുന്നത് കൊരങ്ങന്മാരുടെ കോലത്തിലാണ്. നമീമത്തെന്ന് പറഞ്ഞാൽ എന്താണ്? അത് പരദൂഷണമാണ്, ഫിത്നയാണ്, ഫസാദാണ്. ഒരു സഹോദരനെ പറ്റി അന്യായം പറയലാണ്. ഒരു സഹോദരനെ പറ്റി വാസ്തവമാണെങ്കിലും അദ്ദേഹത്തിന് ഇഷ്ടമില്ലാത്തത് സംസാരിക്കലാണ്. ഞാൻ എൻ്റെ സദസ്സിനോട് ചോദിക്കട്ടെ, നിങ്ങളിൽ ആരാണ് കള്ളു കുടിച്ചവർ? ഒരൊറ്റയാളും കൈവെക്കുന്നില്ല. ഞാൻ പിന്നെയും ചോദിച്ച്, വ്യഭിചരിച്ചവർ ആരാണെന്ന്? ആരും കൈവെക്കുന്നില്ല. കൊലപാതകം നടത്തിയവർ ആരാണ്? ആരും കൈവെക്കാനില്ല. ഞാൻ ചോദിക്കട്ടെ, ഉമ്മമാരെ, സഹോദരന്മാരെ, എൻ്റെ മജ്‌ലിസിലുള്ള നല്ലവരിൽ നല്ലവരായ ജനങ്ങളെ, അവരനെ പറ്റി അന്യായമായത് പറയാത്തവരാരാണ് ഈ സദസ്സിലുള്ളതെന്ന് കൈവെക്കാമോ? ഞാൻ ഇന്ന് വരെ ഒരാളെ പറ്റിയും ഒരു വേണ്ടാദീനവും പറഞ്ഞിട്ടില്ല എന്ന് ആണത്തത്തോടെ കൈ ഉയർത്തി നെഞ്ചത്ത് കൈവച്ച് മനസാക്ഷിയോട് ചോദിച്ചിട്ട് പറയാൻ ആരെങ്കിലും എൻ്റെ മജ്‌ലിസിലുണ്ടോ? ഇല്ലെങ്കിൽ ഞാനും നിങ്ങളും ആരെ പറ്റിയാണോ വേണ്ടാദീനങ്ങൾ പറഞ്ഞത് അവരോട് പോയി പൊരുത്തപ്പെട്ടിട്ടില്ലെങ്കിൽ നമ്മൾ നമ്മാമീങ്ങളാണ്. ലാ യദ്ഖുൽനൽ ജന്നത, അതാ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അവർ സ്വർഗ്ഗത്തിൽ കടക്കുകയില്ല. ഇനി അവര് വരുന്നത് എങ്ങനെയാണ്? ഫഅമ്മല്ലദീന അലാ സൂറത്തിൽ ഖിർദാ, കൊരങ്ങന്മാരുടെ കൂട്ടത്തിൽ വരുമെന്ന് പറഞ്ഞ ആളുകൾ അത് നമീമത്ത് പറഞ്ഞ് നടക്കുന്ന ആളുകളാണ്. ഏഷണി പറഞ്ഞ് നടക്കുക. അറിഞ്ഞോ? എന്താ മറ്റേ ഹാജിയാര പെണ്ണുമ്പുള്ള പ്രസവിച്ചു, ഹാജിയാര പെണ്ണുമ്പുള്ള പ്രസവിക്ക. കഴിഞ്ഞ വർഷം അല്ലേ ആ പെണ്ണുമ്പുള്ള പ്രസവിച്ചതൊന്ന്? ഇത്തവണ വീണ്ടും പ്രസവിച്ചു. വീണ്ടും ഹാജിയാര് തരക്കേടില്ല. ഹാജിയാര് നടന്നു പോകുമ്പോ വെറുതെ തൊണ്ട എനിക്ക് അയാളെ, എന്താണ് ഹാജിയാരെ, മോശമല്ലല്ലോ. സംഗതി നടന്ന കാര്യം പറഞ്ഞിട്ടുള്ളൂ. മനസ്സിലായോ?
ചിരിക്കാൻ പറഞ്ഞതല്ല, ഇത് സാർവത്രികമായി നിങ്ങളൊക്കെ സംസാരിക്കുന്ന കാര്യമാണ്. ഇത് തെറ്റാണെന്ന് പറഞ്ഞു മുഹമ്മദ് മുസ്തഫ. കഴിഞ്ഞ വർഷം അയാളുടെ ഭാര്യ ഒന്ന് പ്രസവിച്ചതാണ്, ആയിക്കോട്ടെ, ഈ വർഷവും ഒന്ന് പ്രസവിച്ചു എന്ന് പറഞ്ഞ് നിങ്ങൾ എന്തിനാ നാട്ടിൽ സംസാരിക്കുന്നത്? അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ഗുണം കിട്ടാൻ പോണത്? ഒന്നുമില്ല. അങ്ങനെ സംസാരിക്കാൻ പോലും പാടില്ല, അത് തെറ്റാണെന്ന് പറഞ്ഞു വിശുദ്ധ ഇസ്ലാം. ഒരാളെ പറ്റിയും പറയാൻ പാടില്ല. രണ്ടാമത് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അമ്മല്ലദീന അലാ സൂറത്തിൽ ഖനാസീർ, പന്നികളുടെ കോലത്തിൽ കുറെ ആളുകൾ ആഖിറത്തിൽ വരുമെന്ന് പറഞ്ഞല്ലോ, അവരാരാണ്? ഫഅഹ്ലിസ് സുഹ്തി വൽ ഹറാമി വൽ മക്സ്, ഹറാമായ കാഴ്ചകൾ കാണുന്നവരെ, ഹറാമായ മ്യൂസിക്കുകൾ കേൾക്കുന്നവരെ, ഹറാമുമായി ബന്ധപ്പെടുന്നവരെ. ജീവിതത്തിൽ വലത്തോട്ട് നോക്കിയാലെന്ന് ഹറാം, ഇടത്തോട്ട് നോക്കിയാലെന്ന് ഹറാം, ഇന്ന് സാർവത്രികമാണ് ഹറാം. ഇങ്ങനെ ഹറാമ് വ്യാപകമായ കാലഘട്ടത്തിൽ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, മുഅ്മിനീങ്ങളെ നിങ്ങളുടെ കണ്ണുകൾ താഴ്ത്തുവീൻ. കാണട്ടെ കാണട്ടെ എന്ന് കരുതി ആസ്വദിക്കുന്ന ആളുകളെ, ഹറാമ് കേൾക്കുന്നവരെ, കാണുന്നവരെ, പിടിക്കുന്നവരെ, ഹറാമിലേക്ക് നടക്കുന്നവരെ, ഹറാമ് ചിന്തിക്കുന്നവരെ, നാളെ പരലോകത്തെ കൂട്ടര് വരുന്നത് അലാ സൂറത്തിൽ ഖനാസീർ, പന്നികളുടെ കോലത്തിലാണെന്ന് പറഞ്ഞു. ഹാമിദ് യാസീൻ പറഞ്ഞതല്ല, താജ്ദാറെ മദീന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതാണ്. വഅമ്മൽ മൻഗൂസൂന റൂസുഹും അലാ റൂസുഹും അലാ വുജൂഹും, മുഖങ്ങളുടെ മേൽ മുഖം കുത്തിയിട്ട് കാലുമേൽ പോട്ടായിട്ട് നടക്കുന്ന ആളുകളോ, സുബ്ഹാനല്ലാഹ്, ഫഅക്ലത്തുർ റിബാ, പലിശ തിന്നുന്നവരാണ്. പലിശ എഴുതാൻ പാടില്ല, പലിശ കൊടുക്കാൻ പാടില്ല, പലിശ മേടിക്കാൻ പാടില്ല, പലിശയ്ക്ക് കൂട്ടുനിൽക്കാൻ പാടില്ല, പലിശയുമായി ബന്ധപ്പെട്ടതെല്ലാം ഹറാം. വിശുദ്ധ ഇസ്ലാം യുദ്ധപ്രഖ്യാപനം നടത്തിയ ആളുകളാണ് പലിശക്കാര്. ഇന്ന് വീട് വെക്കുന്നത് പലിശ മേടിച്ചിട്ടാണ്, ഇന്ന് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത് പലിശ മേടിച്ചിട്ടാണ്, മക്കളെ പഠിപ്പിക്കുന്നത് പലിശ മേടിച്ചിട്ടാണ്. മുത്തനബി പറഞ്ഞു, അവസാന കാലഘട്ടമാകുമ്പോഴേക്ക് പലിശ വ്യാപകമാകും. അങ്ങനെ വ്യാപകമായ കാലഘട്ടമാണ്. അങ്ങനെ പലിശയുമായി കെട്ടിപ്പിടിച്ച് ബന്ധപ്പെടുന്ന ആളുകളെ, നിങ്ങൾ എങ്ങനെയാണ് നാളെ പരലോകത്ത് മുഖം കുത്തിയിട്ടാണ് കടന്നു വരിക എന്ന് പറഞ്ഞു താജ്ദാറെ മദീന മുഹമ്മദ് മുസ്തഫ. وأما الصم البكم فهو الذي يملؤون ألسنتهم. سبحان الله. ആരാണ്? وأما الصم والبكم يحجبون بأعمالهم يعجبون بأعمالهم. അവരെ നാളെ പരലോകത്ത് കുറെ അന്ധന്മാരും ബധിരന്മാരും കടന്നു വരുമെന്ന് പറഞ്ഞില്ലേ? എന്തു ചെയ്യണമെന്നറിയാതെ കുറെ അന്ധന്മാരും ബധിരന്മാരുമായ ആളുകൾ. അവരാരാണ്? അവര് നിസ്കരിക്കുന്ന ആളുകളായിരുന്നു, അവര് നോമ്പ് പിടിക്കുന്ന ആളുകളായിരുന്നു. പക്ഷേ അവര് നിസ്കരിച്ചത് അല്ലാഹുവിന് വേണ്ടിയായിരുന്നില്ല, പിന്നെയോ ഉജുബ് കാണിക്കാൻ വേണ്ടിയായിരുന്നു. യഅജുബൂന ബിഅഅമാലിഹിം. നിസ്കാരം നാലാളുകൾ കാണട്ടെ, എന്റെ തറാവീഹ് നാലാളുകൾ അറിയട്ടെ, ഞാൻ വലിയ നോമ്പുകാരനാണെന്ന് നാലാളുകൾ പറയട്ടെ. അല്ലാഹുവിന് വേണ്ടിയല്ല ഇബാദത്ത് ചെയ്തത്, ആഖിറത്തിലേക്ക് വേണ്ടിയല്ല ഇബാദത്ത് ചെയ്തത്. അങ്ങനെയുള്ള ആളുകൾ നാളെ അന്ധന്മാരും ബധിരന്മാരുമായി കടന്നു വരുമെന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ. ഇനി ചില ആളുകളുണ്ട്, ഫഹുവല്ലദീന യംലൗന അൽസിനതഹും. അതാ നാവിങ്ങനെ കടിച്ച് ചവച്ച് അത് നെഞ്ചിലേക്ക് നീണ്ടു കിടക്കുകയും അതിൽ നിന്ന് ഈള ഒലിക്കുകയും പരസ്പരം മാറി നിൽക്കണോ, എന്തൊരു നാറ്റമാണ് നിന്നെ,
മറ്റവൻ പറയുകയാണ് മാറി നിൽക്കടോ, എന്തൊരു ദുർഗന്ധമാണ് നിന്നെ. രണ്ടുപേരുടെയും നാവ് ഇങ്ങനെ കഴുത്തിൽ നിന്ന് നീണ്ടു താഴോട്ട് കിടക്കുകയാണ്. അത് ചവച്ചു തുപ്പിയിരിക്കുകയാണ്. ബ്ലഡും ചലവും ചീഞ്ചലവും ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അവരാരാണ്? വല്ലുലമാഉ വൽ ഖസ്സാസുല്ലദീന ബിമുഖാലിഫു ഖൗലുഹും ഫിഅലുഹും. അവര് പ്രസംഗിക്കുന്ന മുസ്ലിയാക്കന്മാരാണ്. ജനങ്ങളോട് അവരൊന്ന് പ്രസംഗിക്കുകയാണ്, ജീവിതത്തിൽ മറ്റൊന്ന് ചെയ്യുകയാണ്. ജനങ്ങൾക്കിടയിൽ കള്ളങ്ങൾ പറയുകയാണ്. ജനങ്ങളെ ചിരിപ്പിക്കാനും ജനങ്ങളെ രസിപ്പിക്കാനും വേണ്ടി വർത്തമാനം പറയുകയാണ്. അങ്ങനെയുള്ള ആളുകൾ നാളെ പടച്ചവന്റെ പരലോകത്ത് അവരുടെ നാവുകൾ കടിച്ചു തുപ്പി കഴുത്തിൽ നിന്ന് നെഞ്ചിലേക്ക് താഴേക്ക് ഇറങ്ങിക്കിടന്ന് ഈളയൊലിച്ച് ചലമൊഴുകി ചീഞ്ചലമൊഴുകി പരസ്പരം ദുർഗന്ധം വമിച്ചവർ പറയും, മാറി നിൽക്കടോ, മാറി നിൽക്കടോ, മാറി നിൽക്കടോ. സഹോദരങ്ങളെ, വഅമ്മൽ മുഖത്തഅതു ഐദീഹിം വഅർജുലിഹിം, കൈകാലുകൾ മുറിക്കപ്പെട്ട ആളുകൾ ആരാണ്? ഫല്ലദീന യുദൂനൽ ജീറാൻ, അയൽവാസികളെ പ്രയാസപ്പെടുത്തിയ ആളുകൾ, അവർ നാളെ പരലോകത്ത് വരുന്നത് കൈകാലുകൾ ഛേദിക്കപ്പെട്ടവരായിട്ടാണ്. അതുകൊണ്ട് അയൽവാസികളെ ബഹുമാനിക്കണേ, അയൽവാസികളെ പ്രയാസപ്പെടുത്തരുതേ. വഅമ്മല്ലദീന അദാ മുസല്ലബൂന അലാ ജുദൂഉം മിനന്നാർ, തൂണുകളിൽ, അഗ്നിയാൽ നിർമ്മിക്കപ്പെട്ട തൂണുകളിൽ ബന്ധിക്കപ്പെട്ട് ചിലർ വരുമെന്ന് പറഞ്ഞതോ, അവരാരാണ്? അവർ ഫസ്സുആദതു ബിന്നാസി ഇലസ്സുൽത്താൻ, ജനങ്ങളെ അല്ലാഹുവിൽ നിന്നകറ്റുകയും രാജാക്കന്മാരിലേക്കും ഭരണാധികാരികളിലേക്കും കൊണ്ടുപോകുകയും ചെയ്യുന്ന ആളുകളാണ്. രാഷ്ട്രീയ പാർട്ടികളിൽ പ്രവർത്തിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കാൻ വേണ്ടി പറയുകയാണ്, നിങ്ങൾ നേതാക്കന്മാരിലേക്കും ജേതാക്കന്മാരിലേക്കും ആളുകളെ ക്യാൻവാസ് ചെയ്യുകയാണ്. ഈ ആളുകൾ അല്ലാഹുവിൽ നിന്നകന്നു പോകുകയാണ്. അവരുടെ ജീവിതം മുഴുവനും പൊളിറ്റിക്സ് ആകുകയാണ്. എന്ന് പറഞ്ഞാൽ ജനങ്ങളെ അല്ലാഹുവിൽ നിന്ന് അകറ്റുകയും ഭരണാധികാരികളിലേക്ക് അടുപ്പിക്കുകയും ചെയ്യുന്ന ആളുകൾ, അവർ നാളെ അവരെ അഗ്നികാൽ ഉണ്ടാക്കപ്പെട്ട തൂണുകളിൽ ബന്ധിക്കപ്പെട്ടവരായി കൊണ്ടുവരുമെന്ന് പറഞ്ഞു. വഅമ്മല്ലദീന അശദ്ദു നത്നം മിനൽ ജീഫ്, ശവത്തെക്കാൾ ദുർഗന്ധമുള്ള ആളുകൾ നാളെ പരലോകത്തുണ്ടാകും. അവരാരാണ്? യതമത്തഊന ബിശ്ശഹവാത്ത് വയംനഊന ഹഖ്ഖല്ലാഹ് മിൻ അംവാലിഹിം. അവരാരാണ്? അവർ ഷഹ്വാത്തുകൾക്ക്, വികാരങ്ങൾക്ക് അനുസൃതമായി കള്ളുകുടിക്കും, പെണ്ണുകുടിക്കും, സിനിമ കാണും, സീരിയൽ കാണും, എല്ലാം ചെയ്യുകയും ചെയ്യും, നിസ്കരിക്കുകയും ചെയ്യും, പള്ളിയിൽ പോവുകയും ചെയ്യും, എല്ലാം ചെയ്യും. അങ്ങനത്തെ ആളുകളുണ്ടല്ലോ. കള്ളുകുടിക്കാൻ നമ്മൾ കള്ളുകുടിക്കും, നിസ്കരിക്കണമെന്ന് നമ്മൾ നിസ്കരിക്കും, എല്ലാം ചെയ്യും. അങ്ങനെയുള്ള ആളുകൾ അവർ ശവങ്ങളെക്കാൾ മ്ലേച്ഛമായ സ്മെല്ലുകളുമായി നാളെ പരലോകത്ത് കടന്നു വരുമെന്ന് മുഹമ്മദ് മുസ്തഫ. മാത്രമല്ല, അവരുടെ ധനത്തിന്റെ ഹക്കുകൾ അവർ പാലിക്കുന്നില്ല, സക്കാത്ത് കൊടുക്കാറില്ല. പലപ്പോഴും എൻ്റെ സദസ്സിൽ എത്ര ആളുകൾ സക്കാത്ത് കൊടുക്കുന്നുണ്ട്? അതാ വർഷം പൂർത്തിയായാൽ ഒരു വർഷം 1 ലക്ഷം രൂപയുള്ളവന്റെ കയ്യിൽ നിന്നും സഹോദരങ്ങളെ 2.5% 2500 രൂപ അത് പാവപ്പെട്ടവന്റെ അവകാശമാണ്, സക്കാത്തിന്റെ മുതലാണ്. അത് കൊടുക്കാത്ത ആളുകളില്ലേ? സക്കാത്ത് കൊടുക്കാത്ത, പാവപ്പെട്ടവന്റെ അവകാശങ്ങൾ കൊടുക്കാത്ത ആളുകൾ, സ്വന്തമായി സുഖിച്ച് രമിച്ച് രസിച്ച് സുഖിച്ച് ജീവിക്കുന്ന ആളുകൾ, അവരെങ്ങനെയാണ് നാളെ പടച്ചവന്റെ പരലോകത്തവർ ശവങ്ങളെക്കാൾ മ്ലേച്ഛവാന്മാരായിട്ട് ഒരുമിച്ച് കൂട്ടപ്പെടുമെന്ന് മുഹമ്മദ് മുസ്തഫ. വഅമ്മല്ലദീന യൽബസൂന ജലാബീബ, അവരാരാണ്? ഒരു പ്രത്യേകതരം ടാറ് പോലത്തെ വസ്ത്രം ധരിച്ച് കടന്നു വന്ന ആളുകൾ. അവർ ആരാണ്? ഫഹ്ലുൽ കിബരി വൽ ഫഖ്രി വൽ ഖുയലാ, ധിക്കാരികളായ അഹങ്കാരികളായ ആളുകളാണ്.
കണ്ടില്ലേ സമൂഹത്തിൽ ഞാൻ എങ്ങനെയാണ് വഅള് കേൾക്കാൻ പോകുക? നാണക്കേടല്ലേ? ഞാൻ സമൂഹത്തിൽ വലിയ ആളല്ലേ, ഞാൻ എങ്ങനെയാണ് വഅളിന്റെ മജ്ലിസിൽ പോയിരിക്കുക? നാണക്കേടല്ലേ? അതൊക്കെ കുറവല്ലേ എന്ന് ചിന്തിച്ച് അഹങ്കാരം കാണിക്കുന്ന ആളുകൾ അവന്മാർ നാളെ പടച്ചവന്റെ പരലോകത്ത് വരുമ്പോൾ അല്ലാഹു അവരെ പ്രത്യേകമായൊരു ഡ്രസ്സ് ധരിപ്പിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. അവർ ആ ശരീരത്തിൽ ടാർ പോലെ കത്തിജ്വലിച്ചുകൊണ്ട് നിൽക്കുന്ന ഡ്രസ്സ്, അത് ടാർ തട്ടഹാസം മുഴക്കി പൊട്ടിക്കരഞ്ഞ് നിലവിളിക്കും, യാ വൈലത്താ യാ വൈലത്താ യാ വൈലത്താ, എന്റെ നാശമേ എന്റെ നാശമേ എന്റെ നാശമേ. അല്ലാഹു കാത്തുകാത്ത് രക്ഷിക്കുമാറാകട്ടെ. ഇങ്ങനെയുള്ള പരലോകത്ത് ഇന്ന ഫിൽ ജന്നത്തി ബാബൻ യുഖാലു ലഹു റയ്യാൻ യദ്ഖുലു മിൻഹു സ്സായിമൂന യൗമൽ ഖിയാമ. ഇങ്ങനെയുള്ള പരലോകത്തൊരു കവാടമുണ്ട്. മോനെ ബക്കറ്റ് ഉത്സവം നടത്തിയോ? നടത്താറില്ല. ഉണ്ടോ? ഉണ്ടെങ്കിൽ നടത്താത്തെന്താ? സമയത്രായി? പെട്ടെന്നാവട്ടെ. നിങ്ങളെല്ലാവരും സഹകരിക്കുക. നല്ലൊരു പരിപാടി അള്ളാഹു വിജയിപ്പിക്കട്ടെ. നമ്മൾ ദീൻ മാത്രമേ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ, അള്ളാഹുവിന്റെ ദീൻ അല്ലാതെ വേറൊന്നും പറയില്ല. നമ്മൾ ഇത്രയും നേരം നിങ്ങളോട് പറഞ്ഞത് ഖുർആനാണ്, ഹദീസാണ്, അതിന്റെ വിശദീകരണങ്ങളാണ്. നമുക്ക് ഇൻഷാ അല്ലാഹ് കുറച്ചു നേരം ഇവിടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇൻഷാ അല്ലാഹ് റമദാന്റെ മുന്നൊരുക്കമാണല്ലോ, അതുകൊണ്ട് പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. പെട്ടെന്ന് ആരെയും സുദീർഘമായിരുത്തി വിഷമിപ്പിക്കില്ല. നേരത്തേക്കാണെങ്കിൽ 7 മണിക്ക് വയൽ തുടങ്ങി 9 മണിക്ക് എല്ലാവരും വീട്ടിൽ പോയി ഉറങ്ങും. ഇന്നിപ്പോൾ ഒത്തിരി ലേറ്റായി പോയി. നമ്മൾ ഇൻഷാ അല്ലാഹ് വളരെ പെട്ടെന്ന് അവസാനിപ്പിക്കാം. എല്ലാ സഹോദരിമാരും സഹോദരങ്ങളും ഒക്കെ ആത്മാർത്ഥമായി ഈ നല്ല മജ്ലിസ്, ഈ പുണ്യമാക്കപ്പെട്ട ദിവസം, ഇത് മഹത്തായ ശഅബാൻ മാസത്തിലെ ദിവസമാണ്. ഈ നല്ല രാത്രിയിൽ നമ്മൾ ഇൽമിന്റെ മജ്ലിസിൽ ഇൽമിന്റെ മഹത്വം, ദീനിന്റെ മഹത്വം കേൾക്കുന്ന മജ്ലിസാണ്. ഈ മജ്ലിസിൽ നിങ്ങൾ, ഈ മജ്ലിസിന്റെ നടത്തിപ്പിന് വേണ്ടി നിങ്ങൾ സഹായിക്കും. അള്ളാഹു നിങ്ങളെ സഹായിക്കും. ഇന്ന ഫിൽ ജന്നത്തി ബാബൻ യുഖാലു ലഹു റയ്യാൻ യദ്ഖുലു മിൻഹു സ്സായിമൂന യൗമൽ ഖിയാമ. പരലോകത്തൊരു കവാടമുണ്ട്. ആ കവാടത്തിന്റെ പേര് റയ്യാൻ എന്നാണ്. ആ കവാടത്തിലൂടെ കൂട്ടം കൂട്ടമായി ആളുകൾ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അവർക്ക് വിചാരണയില്ല, അവർക്ക് അദാബുകളില്ല, അവർക്ക് യാതൊരു വിധത്തിലുള്ള പ്രയാസങ്ങളുമില്ല. ഇന്ന ഫിൽ ജന്നതി ബാബൻ, സ്വർഗത്തിൽ തീർച്ചയായിട്ടും ഒരു കവാടമുണ്ട്. ആ കവാടത്തിന്റെ പേര് റയ്യാൻ എന്നാണ്. ജനങ്ങൾ ഇങ്ങനെ നോക്കുമ്പോൾ കൂട്ടം കൂട്ടമായി ആളുകൾ ആ കവാടത്തിലൂടെ കടന്നു പോകുകയാണ്. അന്നേരത്ത് ചോദിച്ചു, ഇവരാരാണ്? പറഞ്ഞു, അവരാരാന്നറിയുമോ? യദ്ഖുലു മിൻഹു സ്സായിമൂന യൗമൽ ഖിയാമ. വിചാരണയില്ലാതെ, പ്രയാസങ്ങളില്ലാതെ ആ വാതിലിലൂടെ കടന്നു പോകുന്ന ആളുകൾ റമദാൻ ആദരിച്ച ആളുകളാണ്, നോമ്പുകാരായ ആളുകളാണ്. നോമ്പെന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ വെറുതെ പട്ടിണി കിടക്കലല്ല. സഹോദരങ്ങളെ, കണ്ണുകൾക്ക് നോമ്പുണ്ട്. ഹറാമ് കണ്ടാൽ കണ്ണിന്റെ നോമ്പ് ബാത്തിലായി. കാതുകൾക്ക് നോമ്പുണ്ട്. ഹറാമ് കേട്ടാൽ കാതുകളുടെ നോമ്പ് ബാത്തിലായി. കാലുകൾക്ക്, കൈകൾക്ക് നോമ്പുണ്ട്. ഹറാമ് പിടിച്ചാൽ, ഹറാമിലേക്ക് നടന്നാൽ കൈകാലുകളുടെ നോമ്പ് ബാത്തിലായി. ഹറാമ് ചിന്തിച്ചാൽ മനുഷ്യ നിന്റെ മനസ്സിനും നോമ്പുണ്ട്. മനുഷ്യ നിന്റെ മനസ്സിനും നോമ്പുണ്ട്. രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒന്നും കഴിക്കാതെ വയറ്റിന് മാത്രമല്ല നോമ്പ്,
കണ്ണിന്, കാതിന്, കൽബിന്, കൈയിന്, കാലിന്, കണ്ണിന്, എല്ലാ അവയവങ്ങൾക്കും നോമ്പുണ്ട്. അങ്ങനെ പടച്ചവന് വേണ്ടി എല്ലാ അവയവങ്ങളും പാലിച്ച് പരിപാലിച്ച് നോമ്പെടുത്ത ആളുകളെ, അങ്ങനെയുള്ള ആളുകൾക്ക് പരലോകത്തിൽ റയ്യാൻ എന്ന് പറയുന്നൊരു കവാടം, ആ കവാടത്തിന്റെ ഇരു സവിധങ്ങളിൽ മാലാഖമാര് നിൽക്കുകയാണ്. അവര് വിളിച്ചു പറയും മർഹബാ മർഹബൻ അഹ്ലൻ വസഹ്ല, മർഹബായ മർഹബാ മർഹബൻ അഹ്ലൻ വസഹ്ല, മർഹബായ മർഹബാ. വരുവീൻ വരുവീൻ, റമളാൻ ആദരിച്ചവരെ, റമളാനെ ബഹുമാനിച്ചവരെ, റമളാനിൽ അല്ലാഹുവിനെ പേടിച്ച് ഇബാദത്തുകൾ ചെയ്തവരെ, നിങ്ങൾക്ക് സ്വാഗതം. മർഹബാ മർഹബാ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ. ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ. തനസ്സലുൽ മലായികതു വർ-റൂഹു ഫീഹാ ബിഇذن ربهم من كل أمر سلام هي حتى مطلع الفجر. എന്താണ് റമളാൻ എന്ന് പറഞ്ഞാൽ ചെറിയ സൗഭാഗ്യമല്ല. ഒരാൾക്ക്, ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ജീവിതത്തിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരാൾക്ക് ജീവിതത്തിൽ റമളാൻ ലഭിക്കുകയും ആ റമളാനിൽ അയാൾ പടച്ചവനോട് നസൂഹായ തൗബ ചെയ്യാതെ മരിക്കുകയും ചെയ്താൽ അവൻ നരകക്കാരനാണെന്ന് പറഞ്ഞു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എങ്ങനെ? ഒരാൾക്ക് ജീവിതത്തിൽ റമളാൻ ലഭിച്ചു, അയാൾ ആ റമളാനെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്തി തൗബ ചെയ്തില്ല, അയാൾ തൗബ ചെയ്യാതെ മരിച്ചുപോയാൽ അയാൾ നരകക്കാരനാണ്. റമളാനിലുണ്ടൊരു രാത്രി, റഹ്മത്ത് മുത്തിയ രാത്രി, ലൈലത്തുൽ ഖദർ വന്നിറങ്ങുന്ന രാത്രി, ഭക്തിയാലാളുന്ന രാത്രി, ഭക്തിയാലാളുന്ന രാത്രി. 1000 മാസം പുണ്യം ചെയ്ത കൂലി അല്ലാഹു നൽകിയ രാത്രി, 1000 മാസം പുണ്യം ചെയ്ത കൂലി അല്ലാഹു നൽകിയ രാത്രി. ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ. ഖുർആനാണ്. ആകാശ ലോകത്ത് നിന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ നേതൃത്വത്തിൽ മാലാഖമാർ ഇറങ്ങി വരുന്ന രാത്രിയാണ്. മലക്കുകൾ ഇറങ്ങി വരും. ഒരു മുഅ്മിനായ മനുഷ്യന്റെ ലക്ഷ്യ സാക്ഷാത്കാരം എന്താണെന്ന് ചോദിച്ചാൽ ആഖിബത്ത് നന്നായി മരിക്കുക എന്ന മഹത്തായ ഔദാര്യം അല്ലാഹുവിൽ നിന്ന് ലഭിക്കുക എന്നതാണ്. ഉസ്താദ് ഇവിടെ ഇരിക്കാം, സ്റ്റേജിൽ ഇരിക്കാം, സ്ഥലമുണ്ടല്ലോ. ആ ജോഹരി ഉസ്താദ് ചിതറ ഇവിടെ സ്റ്റേജിൽ ഇരിക്കും. ഉസ്താദുമാരൊക്കെ സ്റ്റേജിൽ ഇരിക്കേണ്ട ആൾക്കാരല്ലേ, സദസ്സിൽ ഇരിക്കേണ്ട ആൾക്കാരാ. നൗഫൽ ഹസനി അൽ ജോഹരി ഉസ്താദ് അവിടെ ഇരിക്കാം, ഇവിടെ ഇരുന്നോളാം. നമ്മുടെ നാട്ടുകാരാണ്, ബന്ധുക്കളാണ്. അള്ളാഹു ആലിമീങ്ങൾക്ക് മുഴുവനും ഈ ഇരിക്കുന്ന ഹസനി ഉസ്താദ് എൻ്റെ ഉസ്താദാണ്, എന്നെ പഠിപ്പിച്ച ഉസ്താദാണ്, നിങ്ങളുടെ നാട്ടുകാരനാണ്. അള്ളാഹു ആലിമീങ്ങൾക്ക് ഉസ്താദുമാർക്കൊക്കെ അനുഗ്രഹം നൽകുമാറാകട്ടെ. അപ്പോ സഹോദരങ്ങളെ, ഒരു മുഅ്മിനായ മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ ആഖിബത്ത് നന്നായി മരിക്കുക എന്നതാണ്. എവിടെ വെച്ചപ്പോൾ എങ്ങനെ മരിച്ചാലും പാപികളായ, മോശക്കാരായ, തെറ്റുകാരായ നമുക്ക് അള്ളാഹു അവന്റെ ആകാശ ഭൂമികളെക്കാൾ വിശാലമായ ഔദാര്യം കൊണ്ട് ആഖിബത്ത് നന്നാക്കി തരുമാറാകട്ടെ. വീടില്ലാത്ത പാവങ്ങളുണ്ട് ഈ സദസ്സിൽ, അള്ളാഹു അവർക്ക് ഖൈറായ വീട് കൊടുക്കുമാറാകട്ടെ. മക്കളില്ലാത്തവർക്ക് അള്ളാഹു നല്ല മക്കളെ കൊടുക്കുമാറാകട്ടെ. കടം കൊണ്ട് കൈവലഞ്ഞുപോയ പാവങ്ങൾക്ക് അള്ളാഹു കടങ്ങളിൽ നിന്ന് സലാമത്ത് നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, ഇത് ഇൽമിന്റെ മജ്ലിസാണ്.
പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഭൂമി ലോകത്ത് 2 സ്വർഗമുണ്ടെന്ന്. ഒന്നാമത്തെ സ്വർഗം ഏതാണ്? മാ ബൈന ഖബരി വ മിൻബരി റൗളത്തും മിൻ റിയാദിൽ ജന്ന. എന്റെ ഖബറു ശരീഫിന്റെയും എന്റെ മിമ്പറിന്റെയും ഇടയിലുള്ള ഭാഗം അത് സ്വർഗമാണ്. സ്വർഗീയ ആരാമങ്ങളിൽപ്പെട്ട ആരാമമാണ്. അതെവിടെയാണ്? പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ പരാമർശം നടത്തിയ സ്ഥലം എവിടെയാണ്? അകലെ അകലെ മദീനയിൽ. Spreading light love of Medina, charming songs love of Medina, catching depth love of Medina, Medina. മദീന എന്ന് കേൾക്കുമ്പോൾ ഒരു വിശ്വാസിയുടെ ഹൃദയത്തിന്റെ അകത്തളങ്ങൾ പ്രകമ്പനം കൊള്ളും. മദീന ഒരു വിശ്വാസിയുടെ ഹൃദയങ്ങളെ മാടി വിളിക്കുന്ന നാമമാണ് മദീന. ഒരു മുഅ്മിനായ മനുഷ്യന്റെ ഡ്രീമാണ് മദീന. അമേരിക്കയിൽ പോകാൻ ഒരു മുഅ്മിൻ ആഗ്രഹിച്ചു കൊള്ളണമെന്നില്ല. വാഷിംഗ്ടൺ കാണാനോ ന്യൂയോർക്ക് സിറ്റിയിൽ പോകാനോ ലോസ് ആഞ്ചൽസിൽ പോകാനോ താജ്മഹലിന്റെ മിനാരങ്ങളെ കാണാനോ ഒരു മുഅ്മിനായ മനുഷ്യന്റെ ജീവിതത്തിൽ സ്വപ്നമുണ്ടാകുകയില്ല. ഒരു മുഅ്മിനിന്റെ ജീവിതത്തിൽ സ്വപ്നമാണ് മദീന. മദീനയിൽ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മാ ബൈന ഖബരി വ മിൻബരി റൗളത്തും മിൻ റിയാദിൽ ജന്ന. എന്റെ ഖബറു ശരീഫിന്റെയും എന്റെ മിമ്പറിന്റെയും ഇടയിലുള്ള ഭാഗം അത് സ്വർഗമാണ്, ഭൂമിയിലെ സ്വർഗമാണ്. ഇന്നും മദീനയിൽ ഞാൻ ഈ പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്ന ഇലിപ്പിക്കുളത്ത് ഇപ്പോൾ സമയം 10 മണിയാകാനായി, രാത്രിയാണ്. ആളുകളെല്ലാം വീട് കൂടാൻ പോകുകയാണ്, ഉറക്കത്തിലേക്ക് പോകുകയാണ്. അപൂർവം ചില ആളുകളെ ഈ മജ്ലിസിൽ കാണാനും കേൾക്കാനും ഒക്കെ ഉള്ളൂ. പക്ഷേ മദീനയിൽ ഇപ്പോഴും തിരക്കാണ്. ലോകത്തേത് ഏത് സിറ്റിയും തിരക്കൊഴിയുന്ന സമയമുണ്ട്. മദീനയിൽ തിരക്കൊഴിയുന്ന നേരമില്ല. എല്ലായ്പ്പോഴും തിരക്കാണ് മദീന. ആ മദീനയിൽ എന്തിനാണ് ജനങ്ങൾ അങ്ങനെ പോകുന്നത്? പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അത് ഭൂമിയിലെ സ്വർഗമാണ്. രണ്ടാമത് മറ്റൊരു സ്വർഗം ഭൂമിയിലുണ്ടെന്ന് പറഞ്ഞു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതെവിടെയാണ്? മജ്ലിസുൽ ഇൽമി, മജ്ലിസുൽ ഇൽമി റൗളത്തും മിൻ റിയാദിൽ ജന്ന. ഇൽമ പറയുന്ന മജ്ലിസ്, വിജ്ഞാനം പറയുന്ന സദസ്, അത് സ്വർഗമാണ്. സ്വർഗീയ ആരാമങ്ങളിൽപ്പെട്ട ആരാമമാണ്. ഒരു സഹാബിയുടെ മുഖത്ത് നോക്കിയിട്ട് മുത്തുനബി പറഞ്ഞു, സഹോദരാ, ഇന്നേക്ക് അസ്തമാന ചക്രവാള സീമയിൽ സൂര്യൻ അസ്തമിക്കുന്ന നേരത്ത് നീ ലോകത്തോട് വിട പറഞ്ഞു പോകും സഹോദരാ. ആ സഹാബി പിടഞ്ഞെഴുന്നേറ്റു ചോദിച്ചു, യാ റസൂലല്ലാഹ്, ഞാൻ എന്തു വേണം നബിയേ? ഞാൻ ഇന്നേക്ക് അസ്തമാന ചക്രവാള സീമയിൽ സൂര്യൻ അസ്തമിക്കുന്ന നേരത്ത് ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോകുമെന്ന് അവിടുന്ന് പറഞ്ഞു. ഞാൻ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യട്ടെ നബിയേ? പരിശുദ്ധമായ മസ്ജിദുൻ നബവിയിൽ സുജൂദിൽ കിടന്ന് ചെയ്തുപോയ അപരാധങ്ങളെ പറ്റി പടച്ചവനോട് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞ് പ്രാർത്ഥിക്കട്ടെ നബിയേ. ജീവിതത്തിൽ സമ്പാദിച്ചു വെച്ച സമ്പാദ്യങ്ങളെല്ലാം അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ചെലവഴിക്കട്ടെ നബിയേ. അന്നേരത്തെ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഞാനിപ്പോ നിങ്ങളോട് പറഞ്ഞു, ഒരുപക്ഷെ ഇന്ന് രാത്രി മരിച്ചു പോകേണ്ട ആളുകൾ ഈ സദസ്സിലുണ്ടാകാം. ഇന്ന് രാത്രിയെ മരിച്ചു പോകേണ്ട ആളുകൾ വയല് കേട്ടിരിപ്പുണ്ടാവും. ഞാനൊരിക്കൽ തൃശ്ശൂർ ജില്ലയിൽ വയല് പറഞ്ഞുകൊണ്ടിരുന്നു. ഇടയ്ക്ക് സംഘാടകർ ഒരു തുണ്ട് കൊണ്ട് തന്നു. ഉസ്താദ്, നമ്മുടെ വയലിൻ്റെ മജ്ലിസിൽ വയല് കേട്ടുകൊണ്ടിരുന്നൊരു ഉമ്മ നെഞ്ചുവേദന എത്തുന്നപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി മരിച്ചതായി അറിയുന്നു. വയല് തുടങ്ങുമ്പോൾ ഉമ്മ മജ്ലിസുണ്ട്. ചിന്തിച്ചിട്ടില്ലല്ലോ ഈ വയല് തീരുന്ന മുമ്പ് ഉമ്മ മരിക്കുമെന്ന് ആലോചിച്ചോ? ഇല്ല.
പക്ഷേ മരിച്ചുപോയി. ഇതുപോലാണോ ഇപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞു, ചിലപ്പോൾ ഇന്ന് രാത്രി മരിച്ചു പോണ ആൾക്കാർ, ആർക്കും ഒരു ടെൻഷനില്ല. എനിക്ക് ടെൻഷനില്ല, നാളെ ഒരു ടെൻഷനുമില്ല. പക്ഷേ അതുപോലല്ല മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു മനുഷ്യൻ്റെ മുഖത്ത് നോക്കിയിട്ട്, ഒരു സഹാബിയുടെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു, ഇന്നേക്ക് അസ്തമാന ചക്രവാള സീമയിൽ സൂര്യൻ അസ്തമിക്കുമ്പോൾ നിങ്ങൾ ഈ ലോകത്ത് നിന്ന് വിട പറയും. ഇത് കേട്ട സ്വഹാബി പെടഞ്ഞെഴുന്നേറ്റു. കാരണം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ സത്യം മാത്രം പറയുന്ന നാവ് കൊണ്ട് പറഞ്ഞതാണ്. അവിടുത്തേക്ക് ടെൻഷനായി, എന്തു വേണം ഞാൻ, എൻ്റെ ഓരോ നിമിഷങ്ങളും മരണത്തിലേക്ക്, ഓരോരോ നിമിഷങ്ങളും മരണത്തിലേക്ക് ഞാൻ അടുത്തുകൊണ്ടിരിക്കുകയാണ്, എന്തു വേണം നബിയെ എന്ന് ചോദിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് പറഞ്ഞു, ഇജ്ലിസ് മഈ, എന്നോടൊപ്പം ഇരിക്കിവിടെ, ഇത് ഇൽമിന്റെ മജ്ലിസാണ്. من سلك طريقا التمس فيه علما سهل الله له طريقا الى الجنه. ആരെങ്കിലും ഒരാൾ വിജ്ഞാനത്തിന്റെ മജ്ലിസിൽ പ്രവേശിച്ചാൽ, വിജ്ഞാനത്തിന്റെ വഴിയിൽ ഒരാൾ പ്രവേശിച്ചാൽ, സ്വർഗത്തിന്റെ വഴികളെ അല്ലാഹു അവന് സുതാര്യമാക്കി നൽകുന്നതാണ്. ആരെങ്കിലും ഒരാൾ വിജ്ഞാനത്തിന്റെ വഴിയിൽ പ്രവേശിച്ചാൽ അവന് സ്വർഗത്തിന്റെ വഴികളെ അല്ലാഹു എളുപ്പമാക്കി നൽകുമെന്ന് പറഞ്ഞു താജ്ദാറെ മദീന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് ഇൽമു പറയുന്ന മജ്ലിസാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇത് സ്വർഗീയ ഉദ്യാനങ്ങളിൽപ്പെട്ട ഉദ്യാനമാണെന്ന് പറഞ്ഞു താജ്ദാറെ മദീന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മാത്രല്ല, ഒരാൾ ഈ മജ്ലിസിൽ വന്നിരുന്നിട്ട് ഒരു വിജ്ഞാനം പഠിച്ചാൽ, ഒരു വിജ്ഞാനം അയാൾ പഠിച്ചാൽ 100 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുന്നതിനേക്കാൾ അല്ലാഹുവിങ്കൽ അത് മഹത്വമുള്ളതാണെന്ന് പറഞ്ഞു മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് നല്ലവരിൽ നല്ലവരായ ജനങ്ങളെ, നിങ്ങളെല്ലാവരും ഈ മജ്ലിസിലേക്കൊന്നു വാ. കുറച്ചു നേരം ഞാൻ പറഞ്ഞ് വേഗം അവസാനിപ്പിക്കാം. അല്ലാഹു ജീവിതത്തിൽ നമുക്ക് ചെയ്തു നൽകുന്ന വലിയ അനുഗ്രഹങ്ങളിൽപ്പെട്ട ഒരു അനുഗ്രഹമാണ് ഈ മജ്ലിസ്. അല്ലാഹുവേ, പാപികളും മോശക്കാരും തെറ്റുകാരുമായ ഞങ്ങളുടെ ഈ സദസ് നിന്റെ അടുക്കൽ മഖ്ബൂലിയത്തുള്ള നല്ലൊരു മജ്ലിസായി നീ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണമേ തമ്പുരാനെ. നമുക്ക് ആത്മാർത്ഥമായി ദുആയിരക്കാം. അതുകൊണ്ട് എൻ്റെ അകലെ നിൽക്കുന്ന മുഴുവൻ സഹോദരന്മാരും ഈ മജ്ലിസിലേക്കൊന്ന് വന്നിരുന്ന് ഇഷ്ടമുള്ള സമയത്ത് എഴുന്നേറ്റ് പോകാം, ഒരു ടെൻഷനും ഇല്ല. ഞാൻ ആരെ ഒന്നും കമ്പൽ ചെയ്തോടെ ഇരുത്തില്ല. നിങ്ങൾക്ക് എപ്പോഴാണോ തോന്നുന്നത് അന്നേരത്ത് നിങ്ങൾക്ക് എഴുന്നേറ്റ് പോകാം ഇൻഷാ അല്ലാഹ്. കുറച്ചു നേരം നമുക്ക് ദീനീ വിജ്ഞാനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്ത്, ഇത് റമദാൻ ഈ മാസം, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വബല്ലഗ്നാ റമദാൻ. കണ്ടോ, റജബിന്റെ പൊന്നമ്പിളി ആകാശ ലോകത്ത് കണ്ടപ്പോൾ വിശ്വാസി ലോകം പ്രാർത്ഥിക്കാൻ തുടങ്ങി, അല്ലാഹുവേ റജബിലും ശഅബാനിലും നീ ഞങ്ങൾക്ക് അനുഗ്രഹം ചെയ്യണമേ തമ്പുരാനെ. പുണ്യ റമദാനിലേക്ക് ഞങ്ങളെ എത്തിക്കണേ അല്ലാ. റമദാൻ ഞങ്ങളിലേക്ക് എത്തിക്കണേ നാഥാ. സഹോദരങ്ങളെ, റജബിൽ നമ്മൾ ദുആയിരക്കാൻ തുടങ്ങിയതാണ്, ശഅബാനിലും ദുആയിരക്കൽ തുടരുകയാണ്. എത്രയോ ആളുകളുടെ ദുആയ്ക്ക് അല്ലാഹു ഇജാബത്ത് നൽകിയില്ല, എത്രയോ ആളുകളുടെ പ്രാർത്ഥനയ്ക്ക് അല്ലാഹു ഉത്തരം നൽകിയില്ല. റജബ് തുടങ്ങിയ സമയത്ത് സുബ്ഹാനല്ലാഹ്, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബ വ ശഅബാൻ. നമ്മളെപ്പോഴും റജബ് തുടങ്ങിയപ്പോൾ ദുആയിരക്കാൻ തുടങ്ങി. എന്നാൽ എത്രയോ ആളുകൾ അവരുടെ ദുആയ്ക്ക് അല്ലാഹു ഇജാബത്ത് നൽകുന്നില്ല. റമദാനിന്റെ പൊന്നമ്പിളി ആകാശ സീമയിൽ ഉദിക്കുന്നതിന് മുമ്പ് തന്നെ അവർ ലോകത്ത് നിന്ന് വിട പറഞ്ഞ് പോകുകയാണ്. അല്ലാഹുവേ, ഈ പുണ്യ റമദാനെ വേണ്ട വിധത്തിൽ വരവേൽക്കാൻ ഞങ്ങൾക്ക് നീ അവസരം നൽകണമേ തമ്പുരാനെ. അതൊരു മഹാഭാഗ്യമാണ് സഹോദരാ, അതൊരു വലിയ സൗഭാഗ്യമാണ് സഹോദരാ. എൻ്റെ ജീവിതത്തിൽ, നിങ്ങളുടെ ജീവിതത്തിൽ റമദാൻ
എന്റെ മജ്‌ലിസിൽ 50 വയസ്സ് പ്രായമുള്ളവർ, 30 വയസ്സ് പ്രായമുള്ളവർ, 20ഉം 18ഉം വയസ്സ് പ്രായമുള്ളവരുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ എത്രയോ റമദാനുകൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഈ റമദാനുകളിൽ ഏതെങ്കിലും ഒരു റമദാൻ അല്ലാഹു സ്വീകരിച്ചോ സഹോദരാ? നിങ്ങൾ സ്വീകരിച്ചെങ്കിൽ രക്ഷപ്പെട്ടയാളാണ്. നിങ്ങൾ സ്വീകരിച്ചെങ്കിൽ അല്ലാഹുവിങ്കൽ വലിയ പദവിയുള്ളയാളാണ്. കാരണം റമദാൻ എന്ന് പറഞ്ഞാൽ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ അല്ലാഹു നൽകുന്ന വലിയ സൗഭാഗ്യമാണ് റമദാൻ.